1983 നവംബർ 17 മുതൽ 1984 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരദനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് വൈക്കം മോനാട്ട് മന ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. '83, '84 ഉള്ള ഒരു വർഷക്കാലമാണ് ഞാൻ ശബരിമല മേൽശാന്തിയായി ഇരിക്കാനുള്ള ഒരവസരം, ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത്. അത് ജീവിതത്തിലെ അപൂർവ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു വർഷക്കാലം അയ്യപ്പനെ സേവിച്ച് അന്ന് നാട്ടിലേക്ക് പോരാ ആ കാലമായിരുന്നു. അതുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ഒരു മുടക്കവും ഒരു കാര്യങ്ങളും ഒന്നും കൂടാതെ ആ ഒരു വർഷക്കാലം വളരെ ഭംഗിയായിട്ട് കഴിക്കാൻ സാധിച്ചു. തന്ത്രിമാരും ഒക്കെ വളരെ അനുകൂലമായിട്ട് വളരെ സപ്പോർട്ടായിരുന്നു എനിക്ക്. അത് ഏതായാലും അയ്യപ്പൻ അനുഗ്രഹിച്ചു. വളരെ ഭംഗിയായി തന്നെ ആ ഒരു വർഷക്കാലം കഴിച്ചു. ഏതായാലും ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള മഹാഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരുപാട് വർഷം, 10-15 വർഷം ഞാൻ പോയതിന് ശേഷമാണ് എനിക്ക് ഈ മേൽശാന്തി സ്ഥാനം ലഭിക്കണത്. വളരെ കുട്ടിയായിരിക്കണ കാലത്ത് തന്നെ പോയി തുടങ്ങിയിട്ടുള്ളതാണ് ശബരിമലയ്ക്ക്. കുറേ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് ആഗ്രഹം മനസ്സിലിങ്ങനെ തോന്നി. അയ്യപ്പനോട് ഇങ്ങനെ പറയാറുമുണ്ട്, അവിടുത്തെ സേവിക്കാൻ ഒരു അവസരം എനിക്ക് തരണം ഭഗവാനെ അയ്യപ്പ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഏതായാലും അത് ഭഗവാൻ അനുഗ്രഹിച്ച് തന്നു. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു വർഷക്കാലം കഴിച്ചു കൂട്ടാനും എനിക്ക് സാധിച്ചു. യാതൊരു അസുഖങ്ങളും ഉണ്ടാകാതെ, ഒരു നീരിളക്കം പോലും വരാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു വർഷക്കാലം അവിടെ അയ്യപ്പനെ സേവിക്കാനുള്ള ഒരവസരം കിട്ടി. അതിനെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന തന്ത്രിമാരും എല്ലാവരും വളരെയധികം സഹകരിച്ച് ആണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. എനിക്കത് വളരെയധികം സന്തോഷമുണ്ട്. അയ്യപ്പനങ്ങനെ സാധിച്ചു തന്നതിലുള്ള അയ്യപ്പൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവിടെ വരുന്നവർ വളരെയധികം കഷ്ടപ്പാടുണ്ട്. വഴിയാണെങ്കിലും എല്ലാം കൊണ്ടും കഷ്ടപ്പാടുണ്ട്. അത് ഏതായാലും വളരെയധികം ആളുകളും അയ്യപ്പന്മാരെല്ലാവരും വന്ന് വളരെയധികം സഹകരിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ മണ്ഡലക്കാലവും വിളക്ക് കാലവും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കഴിയാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാണുള്ളത്. ആരും ഒരു വിഷയത്തിലും എന്നെ വിഷമിപ്പിക്കുകയോ അങ്ങനെ യാതൊന്നും ഉണ്ടായിട്ടില്ല. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അയ്യപ്പൻ്റെ അനുഗ്രഹവും അതിലുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. മണ്ഡലം വൃശ്ചിക മാസം 1-ാം തീയതിയാണ് മണ്ഡലം ആരംഭം. അവിടെ മുതലാണ് അയ്യപ്പന്മാരുടെ ആ ശബരിമലയ്ക്ക് പോകാനുള്ള മാല ധരിച്ച് വ്രതശുദ്ധിയോടുകൂടി വളരെയധികം ശുദ്ധി പാലിക്കേണ്ട ഒരു ഘട്ടമാണത്. അതേതായാലും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം, ആ മാതിരിയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ കഴിയണം. അത് ഭഗവാന്റെ അനുഗ്രഹത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അയ്യപ്പന്മാരുടെ വരവാണെങ്കിലും വളരെയധികം ഭക്തിയോടും കൂടിയുള്ള വരവാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്കും കൈക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ശബരിമലയ്ക്ക് പുറപ്പെട്ടാൽ കഴിയുന്നതും പോകുന്ന വഴിക്കുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശബരിമലയിലെത്തിയാൽ അവിടെ ആ പമ്പയായിട്ട് കുളിച്ച് ശബരിമലയിലേക്ക് കയറുക. അവിടെ ചെന്നാൽ അവിടെ അന്ന് തന്നെ നിശ്ചയിച്ചിട്ടുള്ള ചില ആചാരങ്ങളുണ്ട്. അത് പാലിക്കണം. അതിലാണ് നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹവും ഐശ്വര്യവും നമുക്ക് കിട്ടുന്നത്. അത് വളരെ അത്യാവശ്യമാണ്. അത് വ്രതം നോക്കുന്നവരെ അതിൻ്റെ ആയിട്ടുള്ള പരിശുദ്ധി നോക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായ ഫലം കിട്ടുന്നത്. മാല ധരിച്ചു കഴിഞ്ഞാൽ രാവിലെ കുളിക്കുക, കുളി കഴിഞ്ഞല്ലാതെ വേറെ ആഹാരം യാതൊന്നും കഴിക്കാതിരിക്കുക, അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതിപ്പോൾ അയ്യപ്പൻ്റെ ആയാലും ശിവൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും ആരുടെ ആയാലും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഈ മാതിരിയുള്ള കാര്യങ്ങളാണ് അയ്യപ്പന്മാർ
മാല ഇട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. തിരുവാഭരണം ചാർത്തുന്നത് മകരവിളക്കിനാണ്. തിരുവാഭരണം ചാർത്തിയിട്ടാണ് ദീപാരാധന നടയടയ്ക്കുക. ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയ്ക്ക് പോകുമ്പം അവിടെ ചെന്ന് അതിൻ്റേതായ വ്രതശുദ്ധിയോടുകൂടി ദർശനം നടത്തിയാൽ അയ്യപ്പൻ്റെ പൂർണ്ണമായ അനുഗ്രഹം അവർക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മൾ ചെയ്യുന്ന ആചാരത്തിൻ്റെ ശുദ്ധിയുമാണ് അതിന് ഹേതു. അത് ആ രീതിയിൽ തന്നെ പോകണം. എല്ലാ അയ്യപ്പ ഭക്തരും ആ രീതിയിൽ തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനൊരവസരം കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. ഇതായാലും പല ഓർമ്മകളിൽ വച്ച് തിരഞ്ഞെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. ഭഗവാനെ ദർശനം നടത്തി അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടുള്ള വളരെ കഷ്ടപ്പെട്ടും മറ്റും വരുന്നതായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് പൂർണ്ണമായ ഐശ്വര്യവും അഭിവൃദ്ധിയും ഭഗവാൻ അയ്യപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.